കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന എല്ലാ മലയാളികളെ പോലെ തന്നെ ഞങ്ങൾ ഡൽഹി മലയാളീസും കേരള ഭക്ഷണം തിരയുന്ന കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കേരള ഹൗസിലെ കഫേ പോലുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ പുറമെ ഇപ്പോൾ വൈശാഖ് എന്ന് പറഞ്ഞ ഒരാളുടെ ഇൻസ്റ്റാ റീലിൽ ഒരു കുടുംബശ്രീയുടെ ഒരു ഹോട്ടൽ കണ്ടു നമ്മുടെ ഇന്ത്യ ഗേറ്റിനടുത്ത്. അപ്പോൾ അതൊന്ന് നേരിട്ട് പോയി ചെക്ക് ചെയ്യാന്നുള്ളതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യ ഗേറ്റോട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റിലോട്ടുള്ള വഴിയിലൂടെ പോയിട്ടുള്ള അണ്ടർപാസിലാണ് ഇത് വരുന്നത്. എന്താ കഴിക്കാനുള്ളത് പറഞ്ഞോളൂ. നമ്മുടെ ഈ കഫേ കുടുംബശ്രീക്ക് തൊട്ടടുത്തായിട്ട് തന്നെ മധ്യപ്രദേശിൻ്റെയും മഹാരാഷ്ട്രയുടെയും അരുണാചലിൻ്റെയും മേഘാലയയുടെ എല്ലാം അവരുടെ സ്റ്റേറ്റിൻ്റെ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന കഫേകളും അതേ ബ്ലോക്കിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കേരള കഫേ എന്ന് പറയുമ്പോൾ പൊതുവെ പോത്ത് പ്രതീക്ഷിക്കാറുണ്ട് ആളുകൾ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഇവിടെ വരേണ്ട, പോത്തിൻ്റെ വിഭവങ്ങളൊന്നും തന്നെ അവൈലബിൾ. ഇന്നത്തേക്ക് ഇതൊരു തുടങ്ങിയിട്ട് ഒരു 18 ദിവസം 19 ദിവസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ അവർ കൂടുതൽ ബിരിയാണി പോലെയുള്ള സംഭവങ്ങളൊക്കെ മെനുവിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഏകദേശം 2 പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി കൂടുതൽ ആളുകൾ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി വിപുലമായിട്ട് കേരളത്തിലെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളൊക്കെ കിട്ടാനുള്ള നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്കിത് മാറും. മാത്രം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബശ്രീയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ അത്ര വലിയൊരു എമൗണ്ട് വരെ ഈടാക്കുന്നില്ല. ഒരു ചെറിയ എമൗണ്ടിൽ നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഡൽഹി യാത്ര ചെയ്യുന്നവരും അതുപോലെ ഡൽഹിയിലുള്ളവരും ഇത് മിസ് ചെയ്യരുത് ഈ ഒരു ഓപ്ഷൻ.